Hello guys, welcome back to our channel. സോ ഇന്ന് നമ്മൾ ഒരു ഹെയർ ഓയിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഒരു പരിധി വരെ നമ്മുടെ മുടി കൊഴിച്ചിലും താരനും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ കണ്ടുവരുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി എണ്ണ. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ഫ്രഷ് കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെമ്പരത്തീൻ്റെ ഇലയും പൂവും എടുത്തിട്ടുണ്ട്. ബാക്കി പൂവൊക്കെ അങ്ങ് ഒരുപാട് ഹൈറ്റിൽ നിൽക്കുന്നു, അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തോളൂ. പിന്നെ ആവശ്യത്തിന് നല്ല ഫ്രഷ് ആയിട്ടുള്ള തുളസിയും കുറച്ച് കരിവേപ്പിലയും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ കാച്ചാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരല്പം കൊച്ചുള്ളിയും കൂടെ എടുക്കാം. അതിനുശേഷം ഞാൻ കറ്റാർവാഴയുടെ ആ മുള്ളു പോലെ സൈഡിൽ നിൽക്കുന്നില്ലേ, അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് വെക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എല്ലാം നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ല മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക എന്നതേ ഉള്ളൂ ജോലി. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. കറ്റാർവാഴയുടെ ആ ജ്യൂസ് ഇറങ്ങുമ്പം ഇത് നല്ല പേസ്റ്റ് ആയിട്ട് വരും. അപ്പം വാട്ടറിൻ്റെ പ്രസൻസ് ഓൾറെഡി ആ മിക്സിൽ കാണും. അപ്പോൾ നമ്മൾ അരച്ചെടുത്തപ്പോൾ കണ്ടോ, കറക്റ്റ് നല്ല പോലെ ആ കറ്റാർവാഴേൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങിയിട്ട് നല്ല മിക്സായി കിട്ടിയിട്ടുണ്ട്. ശേഷം ഒരു അടി കട്ടിയുള്ള പാത്രം എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു പഴയ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പാട്ടോ ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ മിക്സും ചേർത്ത് ആ വെളിച്ചെണ്ണയുമായിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പം യോജിപ്പിച്ചെടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് കാണും. അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ശേഷം വേണം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് എണ്ണ കാച്ചിയെടുക്കാൻ വേണ്ടി. അപ്പോൾ കരിഞ്ഞു പോവാതെ മാക്സിമം കൈവിടാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല മുരിഞ്ഞ് കറുത്ത കളറിൽ കിട്ടണം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കണ്ടോ കളർ ചെറുതായിട്ട് മാറി തുടങ്ങും. അപ്പം അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറി വരുന്നിടം വരെ നല്ല മുരിഞ്ഞ് കിട്ടണം. ആ ഒരു ടൈം ആകുമ്പോൾ നമുക്കറിയാം നമ്മുടെ എണ്ണ റെഡിയായി കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കറ്റാർവാഴയുടെ വെള്ളം ആ എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വെള്ളം പറ്റുന്നത് വരെ നമുക്ക് ഈ എണ്ണ തിളപ്പിച്ചെടുക്കണം. ഇപ്പം നല്ല മുരിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ എണ്ണ ഇതാ നല്ല കറുത്ത കളറിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നല്ല നനവൊന്നും ഇല്ലാത്ത ഒരു കണ്ടെയ്നറിലേക്ക് നമ്മുടെ എണ്ണ ഒഴിച്ച് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളിത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.